മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. കൊച്ചി നഗരത്തിൽ ബിജെപി സ്ഥാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്ലക്സുകൾ കോർപ്പറേഷൻ നീക്കം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കൊച്ചി നഗരത്തിൽ ബിജെപി സ്ഥാപിച്ച പ്രധാനമന്ത്രി വരുന്നതുമായി ബന്ധപ്പെട്ട പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച പോസ്റ്ററുകളായിരിക്കണം, ഫ്ലക്സുകളായിരിക്കണം, അതൊക്കെ കോർപ്പറേഷൻ ജീവനക്കാർ നീക്കം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളാണ്. അതിപ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഇത്തരം ഫ്ലക്സുകളുമൊക്കെയായി ബന്ധപ്പെട്ട് ഹൈക്കോടതി അടക്കം വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കണം കൊച്ചി കോർപ്പറേഷന്റെ അടക്കമുള്ള ഈ നടപടികളെന്ന്. പൊതുവഴിയിലൊക്കെ ഈ ഫ്ലക്സുകളൊക്കെ സ്ഥാപിച്ച് പലതരത്തിൽ വാഹനം ഓടിക്കുന്ന ആളുകളുടെ ശ്രദ്ധ മാറുന്നതും ഒപ്പം തന്നെ കാഴ്ച തടസ്സമുണ്ടാകുന്നതുമൊക്കെ നേരത്തെയും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. സിബി ജോസഫ് വിവരങ്ങൾ നൽകും. സിബി, പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിലെത്തുന്ന പശ്ചാത്തലത്തിൽ സ്ഥാപിച്ച ഫ്ലക്സുകൾ അടക്കമായിരിക്കാം കോർപ്പറേഷൻ ഇന്ന് നീക്കം ചെയ്തത്, അല്ലേ? ജിൽസി, തീർച്ചയായും ഇന്നിപ്പോൾ പ്രധാനമന്ത്രി കൊച്ചിയിലെത്തുന്നതിന്റെ ഭാഗമായിട്ട് ആണ് നിരവധി ഫ്ലക്സുകളും കൊടിതോരണങ്ങളും ബിജെപി സ്ഥാപിച്ചത്. ഈ കൊടിതോരണങ്ങളും ഫ്ലക്സുകളുമാണ് ഇപ്പോൾ കൊച്ചി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അയച്ചു മാറ്റുന്നത്. ഇതിൽ കോർപ്പറേഷൻ നൽകുന്ന വിശദീകരണം ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. പ്രത്യേകിച്ച് അമിക്കസ് ക്യൂറി ഉൾപ്പെടെയൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ നഗരത്തിൽ ഇത്തരത്തിൽ കൊടിതോരണങ്ങളോ അല്ലെങ്കിൽ ഫ്ലക്സുകളോ സ്ഥാപിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശം. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബിജെപി സ്ഥാപിച്ച കൊടിതോരണങ്ങളെല്ലാം തന്നെയും ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ ഇപ്പോൾ കോർപ്പറേഷന്റെ ഈ ജോലിക്കാർ അവരെല്ലാം തന്നെയും അത് നിർത്തി അവരിപ്പോൾ പിൻവാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇവരെല്ലാം തന്നെയും ആ ബാനറുകൾ ഒരൊറ്റം മുതൽ എല്ലാം തന്നെയും ഒരു ബാനർ എല്ലാം തന്നെയും മാറ്റുകയാണ്. എല്ലാ ബാനറും കൊടിതോരണവും, പ്രത്യേകിച്ച് ഈ കൊച്ചി നഗരം ആകമാനം ബിജെപിയുടെ കൊടിതോരണവും ഫ്ലെക്സ് ബോർഡുകളും ഉൾപ്പെടെയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കൊച്ചി മെട്രോയുടെ തൂണിൽ പോലും ഇത്തരത്തിൽ ഈ കൊടിതോരണം ഉൾപ്പെടെ അല്ലെങ്കിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ കൊച്ചി നഗരസഭ നീക്കുന്നത്. ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശമുണ്ട്. ഈ നഗരങ്ങളിൽ ഇത്തരത്തിൽ വാഹനങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റും ശല്യം ഉണ്ടാകുന്ന രീതിയിൽ ഇത്തരത്തിൽ കൊടിതോരണങ്ങൾ സാധാരണഗതിയിൽ ഇങ്ങനെ അനധികൃതമായി സ്ഥാപിക്കുന്ന ഫ്ലെക്സ് ബോർഡുകളൊക്കെ കോർപ്പറേഷൻ നീക്കം ചെയ്യാറുണ്ടല്ലോ. അതിന്റെ ഭാഗമായി തന്നെയല്ലേ ഇപ്പോഴുണ്ടായിരിക്കുന്നത്? തീർച്ചയായും അത് തന്നെയാണ്. സാധാരണ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നീക്കം ചെയ്യാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നടപടി തന്നെയാണ് കൊച്ചി കോർപ്പറേഷൻ നടത്തുന്നത്. അത് പലയിടത്തും ചില തർക്കങ്ങൾക്കും കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ബിജെപി ആണ് അത് സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് മോദി വരുന്നതുകൊണ്ട് തന്നെ ഇവർ നഗരമാകമാനം ബിജെപിയുടെ ഈ കൊടിതോരണങ്ങളും അതോടൊപ്പം തന്നെ ഫ്ലെക്സ് ബോർഡുകളും നരേന്ദ്രമോദിയുടെ കൂറ്റൻ ഫ്ലെക്സുകളൊക്കെ എല്ലായിടത്തും സ്ഥാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി അത് നിയമങ്ങൾ കാറ്റിപ്പടുത്തി തന്നെയാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിനെതിരെ ശക്തമായ നടപടി ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ എടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ബാനറുകൾ നീക്കം ചെയ്യുന്നത്. ഇപ്പോൾ ചില നമ്മുടെ ക്യാമറയിൽ അതൊരു ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ അവർ പിൻവാങ്ങി പോകുന്ന കാഴ്ചയും കണ്ടു. എന്തായാലും ഏകദേശം പകുതിയോളം പ്രത്യേകിച്ച് കൊച്ചി മെട്രോ പോകുന്ന ഭാഗങ്ങളെല്ലാം തന്നെയും ഈ ബാനറുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ബോർഡെല്ലാം തന്നെ ഇവർ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ചെറിയ വാഹനങ്ങളിലായി ഈ ബോർഡുകൾ മാറ്റി സ്ഥാപിക്കാൻ അതവരുടെ ജോലി കൂടിയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ബോർഡുകൾ ഇപ്പോൾ മാറ്റി സ്ഥാപിക്കുന്നത്. കൊച്ചി നഗരം ആകമാനം ഇത്തരത്തിൽ ഈ ഫ്ലെക്സ് ബോർഡുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് കൊച്ചി കോർപ്പറേഷൻ പോയിരിക്കുന്നത്.